الحمد لله نحمده ونستعينه ونستغفره ونستهدي به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അലയുകയാണ് ഭൂരിഭാഗം മനുഷ്യരും. സമ്പത്തൊരു പ്രശ്നമായി കാണുന്ന ആളുകളുണ്ട്. മക്കളില്ലാത്തതൊരു പ്രശ്നമായി കാണുന്ന ആളുകളുണ്ട്. ഉള്ള മക്കൾ തന്നെ ഒരു തലവേദനയായി മാറിയ ആളുകളുണ്ട്. ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ പലതാണ്. ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന
ആ ഒരു പരിഹാരം തേടി അലയുന്ന മനുഷ്യന്റെ മുമ്പിൽ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത് നമ്മുടെ മക്കൾ തന്നെയാണ്. ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്തിനാ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പ്രയാസം സഹിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ വിയർപ്പൊഴുക്കിക്കൊണ്ട് അധ്വാനിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി എന്ന ഒരു മറുപടിയാണ് ഓരോരുത്തർക്കും നൽകാനുള്ളത്. സഹോദരന്മാരെ, നമ്മളെ തകർക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കച്ചവടം അത് തകർന്നു പോയാൽ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ആ ലൊക്കേഷൻ ഒന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് പുതിയൊരു കച്ചവടം തുടങ്ങിയാൽ ഒരുപക്ഷെ ആ കച്ചവടം റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് പച്ച പിടിച്ച് വീണ്ടും നമുക്കൊരാശ്വാസം ലഭിക്കും. ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുന്ന പലതരത്തിലുള്ള തിരിച്ചടികൾക്കും പരിഹാരം തേടി പോകുമ്പോൾ നമ്മുടെ മക്കളിലൂടെയുള്ള തിരിച്ചടികൾക്ക്, ആ മക്കളിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന തിരിച്ചടികൾ ഒരുപക്ഷെ നമ്മുടെ മാനസിക നില വരെ തെറ്റിച്ച് എല്ലാം ത്യജിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതാണ്. രാവും പകലും ഈ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് തൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും വിട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി താമസിച്ച് സമ്പത്തെല്ലാം ഒരുമിച്ച് കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് തങ്ങളുടെ പ്രതീക്ഷയായിരുന്ന ആഗ്രഹമായിരുന്ന മക്കള് അത് തലതിരിഞ്ഞു പോയി, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, പിടുത്തം വിട്ടുപോയി. തൻ്റെ കൺട്രോളിൽ നിന്ന് ആ കുട്ടി, ആ മക്കള് പുറത്തുപോയി എന്ന് കേൾക്കുമ്പോ ആ മനുഷ്യനുണ്ടാകുന്ന വേദന എത്രയാണ് സഹോദരങ്ങളെ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആ മക്കളുടെ കല്യാണത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടിയൊക്കെ പണം സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടി നമ്മൾ അതിനൊരുങ്ങുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം നശിപ്പിച്ച് കളയുന്ന, തൻ്റെ അഭിമാനവും തൻ്റെ സമ്പത്തും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കളായി തീർന്നാൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക ആ പ്രയാസങ്ങൾക്ക് പിന്നെന്ത് പരിഹാരമാണ് സഹോദരന്മാരെ ലഭിക്കുക? ആ തലതിരിഞ്ഞ മക്കൾ ആ മനുഷ്യന്റെ ജീവിതത്തിലെ തീരാ നഷ്ടമാണ്. സഹോദരന്മാരെ, ആ മക്കളെ കുറിച്ച് നമ്മൾ കൃത്യമായി ചിന്തിച്ചിട്ടില്ല എങ്കിൽ, അബദ്ധത്തിലോ അവിചാരിതമായിട്ടോ ഈ മക്കൾ വഴിപിഴച്ചുകൊണ്ട് തിന്മയുടെ ആളുകളുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെട്ടാൽ അതെത്തിപ്പെടുന്നതിന് മുമ്പ് അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ, ഇന്ന് നമ്മുടെ ചെറിയ തലമുറ വന്ന് പെടുന്ന, അവർക്ക് വന്ന് ഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അപകടമാണ് ഇന്ന് നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി എന്നുള്ളത്. അത് മുമ്പ് കാലത്ത് മുതിർന്നവരിലായിരുന്നുവെങ്കിൽ ഇന്നത് ഇളം തലമുറയിലാണ് പച്ചപിടിക്കുന്നത്. അത് വേറുറപ്പിക്കുന്നത് കുഞ്ഞു മനസ്സുകളിലാണ്, കുഞ്ഞു ശരീരങ്ങളിലാണ്. ലഹരിയുടെ മാഫിയ, അതിൻ്റെ ഏജന്റുകള് അവരിറങ്ങി തിരിച്ചിട്ടുള്ളത് നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയങ്ങളിലേക്കാണ്. മുതിർന്ന ആളുകളെ അതിൻ്റെ വാഹകരാക്കി, അതിൻ്റെ അടിമകളാക്കി മാറ്റുന്നതിൽ നിന്നും എളുപ്പത്തിൽ ഈ കുഞ്ഞു മനസ്സുകളിലേക്ക്, കുഞ്ഞു ശരീരങ്ങളിലേക്ക് ഇത് പ്രവഹിപ്പിക്കാൻ, ഇത് പ്രചരിപ്പിക്കാൻ, ഇത് പ്രവേശിപ്പിക്കാൻ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലൊന്നതെന്ന് നുണഞ്ഞു നോക്കിയാൽ,
ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും അഗാധമായ ദുരന്തത്തിലേക്ക് നമ്മുടെ മക്കള് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് നുണഞ്ഞു നോക്കി, അവസാനം അത് വലിയ വലിയ അളവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. സഹോദരന്മാരെ, എന്താ ഒരു ലഹരി ഉപയോഗിച്ചാൽ? ഞാൻ കുറെ കാലങ്ങളായി ഇത് ഉപയോഗിക്കുന്നു, ഞാനിതിന് അഡിക്റ്റായിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിരമായി വർഷങ്ങളായി ഉപയോഗിക്കുന്നു, ഞാൻ അഡിക്റ്റായിട്ടില്ല എന്ന അവന്റെ വിശ്വാസം. ഇസ്ലാമിന് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലത് പറയാനുണ്ട്. ആ ലഹരിയുടെ പിന്നാലെ നിങ്ങൾ പോവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുന്നതാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളെ നിങ്ങൾ ഉപദേശിച്ചാൽ, അത് നിങ്ങൾ ബന്ധുക്കളാണെങ്കിലും ശരി, സുഹൃത്തുക്കളാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, ആ ഉപദേശിക്കുന്നവനെ ശത്രുവായി കാണുന്ന, നിങ്ങളുടെ ബന്ധം മുറിക്കുന്ന, കുടുംബ ബന്ധം തകർക്കുന്ന, നിങ്ങളെ ശത്രുവായി കണ്ട് അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥ അവരിൽ വളർന്നു വരും. നിങ്ങളുമായി തെറ്റിപ്പിണങ്ങി അകന്നു പോകും അവര്. മാത്രമല്ല, സൃഷ്ടാവായ റബ്ബുമായുള്ള ബന്ധത്തെ മറപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ ദിക്റിൽ നിന്ന്, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഈ മനുഷ്യനെ, ഈ കുട്ടികളെ ഈ ലഹരി അകറ്റിക്കൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആനിലെ വചനം നമ്മൾ പല ആവർത്തി കേട്ടതാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളും ചൂതാട്ടവും ആ രൂപത്തിലുള്ള അറബികൾ ഉപയോഗിച്ചിരുന്ന ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അല്ലാഹു സൂചിപ്പിക്കുന്നു, റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണിത്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കുന്നവരായി മാറിയേക്കാം. നിങ്ങൾക്ക് വിജയം വരിക്കണോ, നിങ്ങൾക്ക് രക്ഷപ്പെടണോ, ഈ മാർഗത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു വീണ്ടും സൂചിപ്പിക്കുന്നു, തുടർന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. കള്ളിലും ചൂതാട്ടത്തിലൂടെയും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാ. നീ ഒരു ഉപദേശകനായി ചെന്നാൽ നിന്നെ ശത്രുവായി കണ്ട് നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തി നീ അതിനെതിരെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിന്നെ കൊല്ലാൻ വരെ, നിന്നെ ആക്രമിക്കാൻ വരെ ഈ ആളുകൾ സന്നദ്ധരായി മാറും. അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ, ഈ കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് അവൻ നിങ്ങളെ തടയുന്നു. വഅനിസ്സലാ, നമസ്കാരത്തിൽ നിന്നും. ഫഹൽ അൻതും മുൻതഹൂൻ, എന്നിട്ട് ചോദിക്കുക, അല്ലാഹ് നീ മതിയാക്കാനായിട്ടില്ലേ, ഇത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. നോക്ക് നിങ്ങൾ, നമ്മൾ പരസ്പരം ശത്രുതയിലാക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന, തടയുന്ന ഒന്നാണ് ലഹരി എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ വിശദീകരിച്ചു, ലഹരി എന്നത് ഉമ്മുൽ ഖബായിസ് ആണ്, ഉമ്മുൽ ഫവാഹിഷ് എന്നും സൂചിപ്പിച്ചു. തിന്മയുടെ, മ്ലേച്ഛതകളുടെ മാതാവ് എന്നുള്ളത് വൻ പാപമാണ്, അക്ബറുൽ കബായിറാണ്. റസൂൽ സൂചിപ്പിക്കുകയാണ്, മൻ ശരിബഹാ, ആരെങ്കിലും അത് കുടിച്ചാൽ, വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അവന്റെ ഉമ്മയിലേക്കോ അവന്റെ പിതൃ സഹോദരിമാരിലേക്കോ അവൻ പ്രവേശിക്കും. ലഹരി ഉള്ളിലേക്ക് കടന്നു വന്നാൽ ഇത് തൻ്റെ ഉമ്മയാണ്, ഇതിൻ്റെ വാപ്പാന്റെ സഹോദരിയാണ്, ഉമ്മയുടെ സഹോദരിയാണ് എന്ന് പോലും ചിന്തിക്കാതെ അതൊരു സ്ത്രീയായി കണ്ടുകൊണ്ട് അവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് അവൻ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മാതാവിനെ കഴുത്തറുത്ത് കൊന്നവൻ, തന്റെ പിഞ്ചു സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും മാരകായുധങ്ങൾ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ ആൾ,
സ്വന്തം മകളെ ഗർഭിണിയാക്കിയവൻ, പിഞ്ചു മക്കളെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി, ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കൊല്ലുന്ന ആള്, ലഹരി കിട്ടാതെയാകുമ്പോ സ്വന്തം ശരീരത്തെ വരെ മുറിപ്പെടുത്തി ആക്രമിക്കുന്ന, അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥ ഈ ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഒന്നു മതി ഒരു വീട്ടിൽ ലഹരിയുടെ വക്താവായി, അതിന്റെ അടിമയായി ഒറ്റൊന്നു മതി ഒരു കുടുംബം തകർക്കാൻ. നമ്മുടെ മക്കളിൽ, യുവതലമുറയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. അതേ രൂപത്തിൽ വളർന്നു വരുന്ന ചെറിയ നമ്മുടെ മക്കളിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രണയം എന്നുള്ളത്. ഇസ്ലാം സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏതോ അന്യനായ ഒരു പുരുഷനെ അതെന്റെ ബോയ് ഫ്രണ്ടാണ്, അല്ലെ ഗേൾ ഫ്രണ്ടാണ്, എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒന്നുകൂടി കയറിപ്പോയും കൊണ്ട് ബെസ്റ്റ് എന്ന പേരിട്ടുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ അങ്ങനെ ഒരു പേരൊക്കെ ഇട്ടുകൊണ്ട് അടുത്ത് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ ഒരു കാര്യമെത്തി. അങ്ങനെ സ്വന്തം ശരീരം പങ്കുവെക്കുന്ന ഹറാമായ രൂപത്തിലുള്ള ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വളർന്നു വരുന്ന സമൂഹമെത്തി. സ്വന്തം വീട്ടിൽ നിന്ന് മാതാവും പിതാവും മാന്യമായി തൻ്റെ മകനെയോ മകളെയോ ഒന്ന് കല്യാണം കഴിച്ച് അയക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിൻ്റെ മുമ്പ് തങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന, തങ്ങളുമായി ഒരു നിലക്കും വിശ്വാസപരമായോ മറ്റു ഒരു മേഖലയിലും യോജിക്കാത്ത ഏതോ ഒരുത്തനെ അല്ലെങ്കിൽ ഒരുത്തിയെ ഒന്ന് ചിരിച്ച് ഒരു ചിരിയിൽ നിന്ന് തുടങ്ങി, ഒരിക്കൽ ഒന്നിച്ചൊന്ന് യാത്ര ചെയ്തതിൽ നിന്ന് തുടങ്ങി ആ ബന്ധം വളർന്ന് 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 തകർന്നു പോകാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അകലാൻ സാധിക്കാത്ത രൂപത്തിൽ അടുത്തുപോയി ഇനി ഞങ്ങൾക്ക് അകലാൻ സാധിക്കുകയില്ല, നിങ്ങൾ സഹകരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ തോന്നിയ രൂപത്തിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉരുകിയ മനസ്സുമായി, വേദനിക്കുന്ന മനസ്സുമായി, യാതൊരു മാനസികമായ തൃപ്തിയുമില്ലാതെ വിവാഹം ചെയ്തു കൊടുത്ത് ഉരുകി ജീവിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളെ. ഈ അവിഹിതങ്ങൾ കടന്ന് അധികരിച്ച് ക്യാമ്പസുകളിലേക്ക് നമ്മൾ ചെന്നാൽ, ചില ക്യാമ്പസുകളുടെ അകത്തളങ്ങളിലേക്ക് ചെന്നാൽ ലൈംഗിക ബന്ധത്തിന്റെ ചില ബാക്കി പത്രങ്ങൾ അതിന്റെ പരിസരങ്ങളിലുള്ള ക്ലിനിക്കുകളിലേക്ക് ചെന്നാൽ, സഹോദരന്മാരെ, പ്രായപൂർത്തിയായ പെണ്ണാണ് ആണാണ് ഇത് കലക്കിക്കളയണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുന്ന ഡോക്ടർമാർ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ അവിഹിതങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സമ്പന്നനാകണം, അതിന് എന്ത് മാർഗവും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ എത്തിയിട്ടുണ്ട്. അതിന് ലഹരി വിൽപ്പനയാണെങ്കിലോ ലഹരിയുടെ വാഹകനാകാൻ അവൻ സന്നദ്ധനാ. ചെറിയ പ്രയത്നത്തിലൂടെ വലിയ വലിയ സംഖ്യകൾ സമ്പത്ത് കരസ്ഥമാക്കാൻ, അതിനൊരാളെ കൊല്ലാൻ അവൻ സന്നദ്ധനാണ്, പിടിച്ചു പറിക്കാനും കളവിനും അവൻ സന്നദ്ധനാണ്. ഈ രൂപത്തിലേക്ക് യുവാക്കൾ വളർന്നു വന്നു, യുവത വളർന്നു വന്നു. സ്വന്തം മാതാവിനെയും പിതാവിനെയും വരെ പണത്തിനു വേണ്ടി കൊല്ലാൻ, ആക്രമിക്കാൻ, ഭീഷണിപ്പെടുത്താൻ യുവ സമൂഹം സന്നദ്ധമായി. സഹോദരന്മാരെ, ഈ രൂപത്തിൽ വളർന്ന് അവസാനം ദീനിനോട് തന്നെ, മതത്തോട് തന്നെ പുച്ഛമുള്ള രൂപത്തിൽ, ആ രൂപത്തിലുള്ള ചിന്താഗതികൾ സമൂഹത്തിൽ വളർന്നു. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ ആഗ്രഹമാണ്, അതിനനുസരിച്ചുകൊണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എൻ്റെ ബോഡി, എൻ്റെ അവകാശം, എൻ്റെ ചിന്തകൾ, എൻ്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തോന്നിയ രൂപത്തിൽ അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വസ്ത്രധാരണങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ എല്ലാം സാമൂഹ്യ മര്യാദകളിൽ നിന്നും വ്യതിചലിച്ചു പോയി. റീൽസുകളും ഷോർട്സുകളും കണ്ടുകൊണ്ട് അതാണ് യഥാർത്ഥ ലൈഫ് എന്ന്
ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ, അവസാനം മാതാപിതാക്കൾ ഒരു ഭാരമായി മാറുന്ന, സ്വന്തം മാതാവിനെയും പിതാവിനെയും ഒന്ന് സംരക്ഷിക്കാൻ പോലും സാധിക്കാതെ വൃദ്ധസദനങ്ങൾ തേടിപ്പോകുന്ന, അവിടേക്ക് മാതാപിതാക്കളെ അയച്ചുകൊണ്ട് സ്വന്തം നാടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സന്നദ്ധരാകുന്ന ഒരു അവസ്ഥയിലേക്ക് യുവ മനസ്സുകൾ എത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം കിടന്നുറങ്ങുമ്പോൾ നൈറ്റ് ലൈഫ് എന്ന പേരിലേക്ക് പുതിയൊരു സംസ്കാരം, വിദേശിയുടെ സംസ്കാരം കൊണ്ടുവന്നുകൊണ്ട് യുവാക്കളെല്ലാം യുവതികളെല്ലാം സ്വതന്ത്രമായി രാത്രി പുറത്തിറങ്ങി വിഹരിക്കുന്ന ഒരവസ്ഥ. അതിന് ചില ചാനലുകാരും ഫ്രീ ആയിട്ട് ഒരു പെണ്ണിന് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇന്ന് അങ്ങനെ ആയിട്ടുണ്ട്, എല്ലാവരും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ. സഹോദരന്മാരെ, ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് മേഖലകളിലൂടെ നമ്മുടെ യുവാക്കള് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോയി മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ളുരുകി കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈ മാതാപിതാക്കൾക്ക് ഈ മക്കൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ്, സഹോദരന്മാരെ, നമ്മുടെ മക്കള് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, അവർക്ക് നാം കാണിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തോളണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ വിറകെന്നത് മനുഷ്യനും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദൻ ശിദാദ്. ശക്തരും പരുഷ സ്വഭാവികളുമായ മലക്കുകൾ അതിന്റെ കാവൽക്കാരായിട്ടുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹ് അവരോട് കൽപ്പിച്ചതിനെ അവർ ധിക്കരിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് എന്താണോ അവരോട് കൽപ്പിച്ചത് അതവർ പൂർത്തിയാക്കി പ്രവർത്തിക്കുന്നവരുമാണെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ മക്കൾക്ക് ദൈവിക ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. പരലോക ചിന്തയുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതാണ് ലുഖ്മാനുൽ ഹക്കീമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ, സൂറത്തുൽ ലുഖ്മാൻ അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാം, യാ ബുനയ്യ, അദ്ദേഹം മോനെ വിളിച്ചുകൊണ്ട് പൊന്നു മോനെ, കുഞ്ഞു മോനെ എന്ന് വിളിച്ചുകൊണ്ട്, ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. അതൊരു നിസ്സാരമായ ഒരു അണുതൂക്കമുള്ള ഒരു തിന്മയാണെങ്കിലും ശരി. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ലുഖ്മാനുൽ ഹക്കീം മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഒരു നിസ്സാരമായ അണുവിനോളം അണുത്തൂക്കമുള്ള ഒരു ചെറിയ പ്രവർത്തനമാണെങ്കിലും ശരി, ഫതകും ഫീ സഖറ, അതൊരു പാറക്കുള്ളിലാണെങ്കിലും ശരി, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആകാശ ഭൂമികൾക്കിടയിലുള്ളതാണെങ്കിലും ശരി, യഅതി ബിഹല്ലാഹ്, പടച്ചോൻ അത് കൊണ്ടുവരും കേട്ടോ. എത്ര നിസ്സാരാണെങ്കിലും ശരി, എത്ര നിസ്സാരമാണെങ്കിലും ശരി, അള്ളയാ തിന്മ കൊണ്ടുവരുന്നതാണ്, റബ്ബ് അത് പിടിക്കുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നിഗൂഢമായി അറിയുന്ന, സൂക്ഷ്മമായി അറിയുന്നവനുമാണ് അല്ലാഹു. നീ എത്ര മറച്ചു വച്ചാലും റബ്ബ് അത് കൊണ്ടുവരും മോനെ എന്നുള്ള ബോധം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചെറുപ്രായത്തിൽ ആ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മുടെ മദ്രസ സംവിധാനങ്ങളെ, സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിലെ മക്കളെ ദീന് പഠിപ്പിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് മദ്രസയെ സൈഡാക്കി വിടുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, മക്കൾക്ക് ചെറുപ്പത്തിൽ കൃത്യമായി കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല എങ്കിൽ ആ മക്കള് വഴിതെറ്റിപ്പോയതിന് ശേഷം പിന്നെ വ്യസനിച്ചിട്ട് കാര്യമില്ല. ചെറുപ്പത്തിൽ കൊടുക്കും. ലുഖ്മാനുൽ ഹക്കീം ചെറുപ്രായത്തിലാ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, പടച്ചോനെ സൂക്ഷിക്കണം കേട്ടോ, ചെറിയൊരു തെറ്റുപോലും അള്ളാഹ് കൊണ്ടുവരും കേട്ടോ. സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹ് എന്ന് മകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക.
നമ്മുടെ മഹല്ലത്തുകളിലുള്ള മദ്രസ സംവിധാനങ്ങൾ ചെറുപ്പം മുതൽ ആ മക്കൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം. മദ്രസയുടെ കാലം കഴിഞ്ഞ കുട്ടികൾ, മുതിർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് മതപഠന സംവിധാനങ്ങൾ CRE ആയിട്ടും അതേ രൂപത്തിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളായിട്ടുമുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മളൊരു നോട്ടുക്കുമായിട്ട് പോയാൽ പോരാ, മക്കളെ അവിടേക്ക് എത്തിക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. നിരന്തരമായി മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒന്നുകൂടി മുതിർന്നു പോയാൽ മുഴുവൻ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിലുള്ള ഒരുപാട് മതപഠന സംരംഭങ്ങൾ. വെള്ളിയാഴ്ചക്കില്ലേ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളൊക്കെ പോകുന്നുണ്ട്, കൂട്ടത്തിൽ അവനും വരാറുണ്ട്, ഒക്കെ കേൾക്കുന്നുണ്ട്, അത്യാവശ്യം ക്ലാസ്സുകളും ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താതെ കൃത്യമായി നിരന്തരമായി ദീനി ദഅവത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പീസ് റേഡിയോ പോലെയുള്ള അതേ രൂപത്തിലുള്ള ജമീൽ ആപ്പിൽ ഒരുപാട് പ്രഭാഷണങ്ങളും വായിക്കാനും കേൾക്കാനും കാണാനുമുള്ള ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്റർടൈൻമെന്റോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റൊന്നുമല്ല, കൃത്യമായി ദീനി ദഅവത്തിനുള്ള ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളും മക്കളും ഈ മാർഗത്തിൽ ഉണ്ടാകുമ്പോഴേ മക്കള് നേരെയാവുകയുള്ളൂ. സഹോദരന്മാരെ, ഇന്ന് SSLCയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. +2 റിസൾട്ട് വരാനിരിക്കുകയാണ്. സഹോദരന്മാരെ, തുടർ പഠനത്തിനു വേണ്ടി സ്റ്റെപ്പുകൾ വെക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് കരിയർ ഗൈഡൻസ് സംവിധാനങ്ങളുള്ള ഒരു നാട്ടില് നമ്മുടെ മക്കൾക്ക് ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ക്യാമ്പസുകളും സാഹചര്യങ്ങളും തെരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ വിജയിക്കേണ്ടതുണ്ട്. പേരെടുത്ത ക്യാമ്പസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ക്യാമ്പസിലെ മക്കളെ കൊണ്ടുവിട്ടാലേ ആ മക്കൾ അവസാനം വഴിതെറ്റി തോന്നിയ രൂപത്തിൽ തോന്നിയ കൂട്ടുകെട്ടുകളുമായി അവര് വ്യതിചലിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കൃത്യമായി നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുന്ന, ജുമുഅയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന, ഇബാദത്തുകൾക്ക് സ്വാതന്ത്ര്യമുള്ള, ഇസ്ലാമികമായ വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസുകളെ തെരഞ്ഞെടുക്കുന്നിടത്ത് നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ എന്നത് അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. അതുകൊണ്ട് ആരുമായിട്ടാ കൂടുന്നതെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ നമ്മുടെ മക്കൾ ഈ രൂപത്തിലുള്ള ക്യാമ്പസുകളിൽ പെട്ട് അവർ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ പെട്ടാൽ സഹോദരന്മാരെ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് വഴിതെറ്റാതിരിക്കാൻ കൃത്യമായ നല്ല ധാർമ്മികതയുള്ള ക്യാമ്പസുകളെ സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കളുടെ നന്മക്കായി അവരുടെ കൂട്ടുകൂടലുകൾ, അവരുടെ ചങ്ങാത്തങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ദഅ്വ കൂട്ടായ്മകളുമായി, പ്രബോധന സംരംഭങ്ങളുമായി നമ്മുടെ മക്കളെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെറുപ്പം മുതലേ അവരുടെ ഉള്ളിലേക്ക് ദീനീ വിദ്യാഭ്യാസം, ദീനീ വിശ്വാസങ്ങള്, ഇസ്ലാമികമായ അധ്യാപനങ്ങളെ ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ ഈ നന്മയുടെ വക്താക്കളാക്കി കൊണ്ടുവരേണ്ടത്. നോക്ക്, നിങ്ങൾ ക്യാമ്പസുകൾ തലത്തിലുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നടത്തുന്ന ഒരു സമ്മേളനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ വിഷയം സൂചിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പരിസരങ്ങളിലുള്ള, നമ്മുടെ വളർന്നു വരുന്ന വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ തലം മുതൽ മുകളിലോട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ ആ സമ്മേളനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, പഠിപ്പിക്കുന്ന ആ ഒരു സമ്മേളനത്തിലേക്ക് നമ്മുടെ പരിധിയിലുള്ള ഓരോ മക്കളെയും, എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിയെ, 2 കുട്ടിയെ, അതല്ല എൻ്റെ പരിസരത്തിലുള്ള, എൻ്റെ വീട്ടിൽ മക്കളൊന്നുമില്ല, എൻ്റെ അയൽപക്കത്തൊരു കുട്ടിയുണ്ട്, എൻ്റെ അപ്പുറത്തൊരു കുട്ടിയുണ്ട്, എൻ്റെ കുടുംബത്തിലൊരു കുട്ടിയുണ്ട്, അങ്ങനെയുള്ള ആളുകളെ ആ മാർഗത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴേ ഈ വളർന്നു വരുന്ന തലമുറ വഴിതെറ്റാതെ അവർക്ക് വഴികാട്ടികളായി നമ്മളൊരു അങ്ങാടിയിലൂടെ പോകുമ്പോ ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് അപകടങ്ങളിലേക്ക് പോകാതെ എങ്ങനെ ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് നമ്മളെ സംരക്ഷിക്കുന്നോ അതേ രൂപത്തിൽ ഈ സമൂഹത്തിലുള്ള അപകടങ്ങളിൽ നിന്ന്, ചതിക്കുഴികളിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് നന്മയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെ, അവരുടെ സാഹചര്യങ്ങളെ, നന്മയിലെ കൂട്ടുകാരുടെ കൂടെ ആ മക്കളെ കൂട്ടാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ പോകുമ്പോഴേ നമ്മുടെ മക്കൾക്ക് നന്മയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരന്മാരെ.
നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 3 പ്രാർത്ഥനകൾ മുസ്തജാബാത്ത് എന്ന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. 3 ആളുകളുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നതാണ്. ലാ ശക്ക ഫീഹിൻ, അതിലൊരു സംശയവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. ദഅവത്തുൽ വാലിദി, ഒരു വാപ്പാന്റെ പ്രാർത്ഥന, ഒരു രക്ഷിതാവിന്റെ പ്രാർത്ഥന. സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ നമ്മുടെ മക്കൾക്ക് വേണ്ടി? വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന റസൂൽ പഠിപ്പിക്കുന്നു. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? റസൂൽ പറയുന്നു, തള്ളപ്പെടാത്ത ഉത്തരം ലഭിക്കുന്ന 3 പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. മക്കൾ ഉണ്ടായതിന് ശേഷമല്ല, ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. പടച്ചോനെ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ ദാനമായി തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് തരണം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്ത്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ, അല്ലാഹുവേ നാദാ, ഈ നാടിനെ ഒരു നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കണേ. വജ്നുബ്നി വബനിയ, എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റണേ. അന്നഅ്ബുദൽ അസ്നാം, ബിംബാരാധനയിൽ നിന്ന്. പടച്ചവനോട് പ്രാർത്ഥിക്കുക, നീ എൻ്റെ മക്കളെയും ആ തിന്മയിൽ നിന്ന് മാറ്റണേ എന്ന്. നോക്കുക നിങ്ങൾ, ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം എടുത്താൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. പടച്ചവനെ, എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ. നമ്മുടെ പ്രാർത്ഥനകൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാകേണ്ടതുണ്ട് സഹോദരന്മാരെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളായി തീരാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധി വിലക്കുകളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ യുവ സമൂഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിലുള്ള പല തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പെട്ടുപോകുമ്പോൾ അതിന് പരിഹാരമായും കൊണ്ടാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഒരു സമ്മേളനവുമായി രംഗത്തുള്ളത്. സൊല്യൂഷൻ എന്ന പേരിലൊരു എക്സിബിഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഈ വരുന്ന 11-ന് അവസാനിക്കുന്ന ഒരു പൊതു സമ്മേളനത്തോടു കൂടി ആ സമ്മേളനം അവസാനിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു, രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് അവസരം ഇവിടെയുണ്ട്. ഇന്നും നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അവിടെ ഒരു കൗണ്ടർ ഇട്ടുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകാൻ, സ്വീകരിക്കാൻ, അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ അവസരമൊരുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള, നമ്മുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള, നമ്മുടെ പരിധിയിലുള്ള എത്ര മക്കളെ നമ്മളതിൽ രജിസ്റ്റർ ചെയ്തു? സമ്മേളനത്തിന് ആളെ കൂട്ടുക എന്നതിലുപരി അവിടെ നടക്കുന്ന ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളെ അവിടേക്കൊന്ന് എത്തിക്കാൻ, അതിനൊന്ന് തൻ്റെ കീഴിലുള്ള മക്കളെ അതിനൊന്ന് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ
പരലോകത്ത് ഈ മക്കള് നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു അവസ്ഥ വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ മകനെ കുറിച്ച് പരാതി പറയുന്നു. റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, മകനെ കൊണ്ടുവാ. മകനെ കൊണ്ടുവന്ന് ചോദിച്ചു, എന്താ എൻ്റെ വാപ്പാക്ക് നിന്നെ കുറിച്ച് പരാതിയുണ്ട്. മകൻ തിരിച്ചു റസൂലിനോട് ചോദിച്ചു, റസൂലേ, ഒരു ബാപ്പാക്ക് മക്കളോട് ചില ബാധ്യതകളില്ലേ? ഉണ്ട്. നല്ലൊരു പേരിടുക എന്നത് ബാധ്യതയല്ലേ? അതെ. എൻ്റെ വാപ്പ എനിക്ക് നല്ലൊരു പേരിട്ടിട്ടില്ല. ഒരു ഉമ്മ നല്ലൊരു ഉമ്മയെ സമ്മാനിക്കുക എന്നത് ബാധ്യതയല്ലേ? അതെ. എൻ്റെ വാപ്പ എനിക്കൊരു നല്ലവളായ ഒരു സ്ത്രീയെ, ഉമ്മയെ അല്ല റസൂലെ തന്നിട്ടുള്ളത്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അങ്ങനെ ബാപ്പ കൊടുക്കേണ്ട അവകാശങ്ങൾ, മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ എണ്ണി എണ്ണി മകൻ ചോദിക്കുന്നു, ഇതൊന്നും എൻ്റെ വാപ്പ തന്നിട്ടില്ല. സഹോദരന്മാരെ, നമ്മുടെ മക്കൾ ഈ രൂപത്തിൽ നമുക്കെതിരെ പരലോകത്ത് ചെന്നുകൊണ്ട് പരാതി പറയാതിരിക്കണമെങ്കിൽ, പടച്ചോന് ഞങ്ങളെ വഴിപഴപ്പിച്ച, ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തരാതെ ഞങ്ങളെ ഒഴിവാക്കി വിട്ട ആളുകളെ ഒന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി അരക്കട്ടെ ഞങ്ങളെ വരെ എന്ന് പരലോകത്ത് നട്ടകാരായ ആളുകൾ പറയുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുക. നമ്മുടെ മക്കള് ഈ രൂപത്തിൽ ഞങ്ങളെ പിഴപ്പിച്ച, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു തരാത്ത മുതിർന്നവരായ കാരണവന്മാരായ ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു കൊണ്ട് റബ്ബേ എന്ന് റബ്ബിന്റെ അടുക്കൽ പറയാതിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള രജിസ്ട്രേഷന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മദ്രസയുടെ കാര്യം ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതോടുകൂടി മദ്രസയും നമ്മൾ ആരംഭിക്കുകയാണ്. ചെറിയ മക്കളെ ആ മദ്രസയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദീനി പഠനത്തിൽ അവരെ വ്യാപൃതരാക്കാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ മക്കളെ നന്മയുടെ വക്താക്കളാക്കി ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഈ മക്കളുടെ ദുഷിച്ച പ്രവർത്തനത്തിലൂടെ അപമാനിതരായി മാറുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുതേ റഹ്മാനെ. പരലോകത്ത് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുതേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെ മൊത്തത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ أجر والدينا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين.